ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് വ്ളോഗാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് വയ്യാണ്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കുറച്ച് ഹെക്റ്റിക് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആകെ ചോറും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല എന്താ പറയുക പരിപ്പും കൂടിയിട്ട് കറി വെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ നന്നാക്കി. എന്നിട്ട് പിന്നെ ഞാൻ മുരിങ്ങയുടെ ഇല വാട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആ നേരം കൊണ്ട് നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകി വെച്ച ഇല നേരെ എടുത്തിട്ട് എന്താ പറയുക നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് വാട്ടി കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് എന്താ പറയുക തൊണ്ടയിൽ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ ചെവിയിൽ ബുദ്ധിമുട്ട്, തലവേദന എടുക്കുക, അങ്ങനെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അത് വേറെ ഡോക്ടറെ കാണിച്ചു, പിന്നെ വേറെ ഡോക്ടറെ കാണിച്ചു. പക്ഷേ ഇന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയായപ്പോൾ അമ്മ ഈ മുരിങ്ങയുടെ ഇല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തല കറങ്ങി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് ECGയിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മോനുണ്ട് എൻ്റെ കൂടെ. അവന് അധികം ഇഷ്ടമായിരുന്നില്ല, ഇങ്ങനെ പിടിച്ച് ഇരുത്തിയിട്ട് കണ്ടോ. അപ്പോൾ അവൻ ഇതിൻ്റെ ഇടയിൽ സൗണ്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ ECGയിലൊന്നും കുഴപ്പമൊന്നുമില്ല, കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കാർഡിയോളജിസ്റ്റിനെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ കാർഡിയോളജിസ്റ്റ് എന്തോ ആൾക്ക് ഹോസ്പിറ്റലിൽ എന്തോ ഒരു ഇഷ്യൂ കാരണം ആൾ തെറ്റിപ്പോയി. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം കുറേ പേഷ്യൻസ് ഇതുപോലെ നെഞ്ചുവേദനയൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു ഡോക്ടറൊന്നും നിലയ്ക്ക് കാണണമല്ലോ. ആൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോകേണ്ട സ്ഥിതിയാണ്. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ റെഡി ആക്കി ഗൈസ്. ഞാൻ കഥ പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ മുരിങ്ങയുടെ ഇല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് എന്താ പറയുക വാട്ടിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ കുറച്ച് ചിക്കൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ചിക്കൻ എടുത്തിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ തേച്ച് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചെടുത്തിട്ട് വറക്കാമെന്ന് കരുതി. പിന്നുള്ളത് കറി വയ്ക്കുക, അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ കറിക്കുള്ള പൊടികളൊക്കെ എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടറെ എന്താ പറയുക കാണാൻ പറ്റാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അമ്മയ്ക്ക് പിന്നെയും വീട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര ഈ ഒരു ബുദ്ധിമുട്ട്, നെഞ്ചിൽ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ ശരിക്കും എല്ലാവരും പേഷ്യൻസിനെ നോക്കേണ്ടതല്ലേ. അവരിങ്ങനെ ആയ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ റൂമിൽ ഡോക്ടർ വരുമ്പോൾ AC റിപ്പയർ ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു, പേഷ്യൻസിനൊന്നും നോക്കാണ്ട്. ICUയിൽ വരെ പേഷ്യൻസ് ഉണ്ടായിരുന്നു, അവരെ നോക്കാനാണ് ഡോക്ടർ പോയത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് അത്. എനിവേ നമ്മൾ പിന്നെ പിറ്റേ ദിവസം വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഡോക്ടർമാരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ. അങ്ങനെ പിന്നെ വന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. വന്നിട്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മാസമായിട്ട് ഹോസ്പിറ്റൽ കേസ് തന്നെയാണ്. വീഡിയോസ് എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ മക്കളായിട്ട് മോൾക്ക് തക്കാളിപ്പനി വന്നു. അത് കഴിഞ്ഞിട്ട് തക്കാളിപ്പനി വന്നിട്ട് അവളായിട്ട് പിന്നാലെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോകല് അങ്ങനെയൊക്കെ ആയിരുന്നു. അതാണ് വീഡിയോസ് ഇടാതിരുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് വീഡിയോസ് എടുത്ത് ഇടണമെന്ന്, പക്ഷേ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഒരുമാതിരി വിഷമം. അപ്പോൾ എന്തായാലും വീട്ടിൽ വിചാരിച്ചിട്ട് ഇന്ന് ഇപ്പോൾ ഒരു നൈറ്റ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. കുക്കിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം അമ്മയ്ക്ക് വയ്യാത്ത കാരണമാണ് ഞാൻ കുക്ക് ചെയ്യണത് കേട്ടോ. ഞാനല്ല കുക്ക് ചെയ്യാറ്, കാരണം അറിയാലോ ഇപ്പോൾ പ്രസവിച്ചിട്ട് ഉണ്ണി ബബ്ലോ എല്ലാതും കൂടിയിട്ട് എനിക്ക് പറ്റാറില്ല. ചെറിയ ജോലികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചു. അത് നമ്മൾ കുക്കറിൽ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രിയാണ് ചിക്കൻ മേടിച്ചത് കേട്ടോ, കാരണം കറികളുള്ള ക്ഷാമം കാരണമാണ്. പിന്നെ ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ
കുറച്ച് ചിക്കൻ മേടിച്ചു, അതുണ്ടായി. അപ്പോൾ എന്തായാലും അതുണ്ടാക്കാമെന്ന് കരുതി. ചിക്കന് ഇങ്ങനെ കുറച്ച് വറക്കുകയും ചെയ്തു, കുറച്ചെടുത്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരിക, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടാൻ നോക്കാം. എന്നിട്ട് വാടിയ ശേഷം നമ്മളിത് എന്താ പറയുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ടിട്ടുള്ള ചൂടാക്കിയത് അതിലിട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം, ചൂടുവെള്ളം കേട്ടോ, കുറച്ച് വേണമെന്നൊന്നുമില്ല, കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലത്തെ കറി വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക, അല്ലാത്തവർക്ക് കുറച്ച് തിക്ക് ഗ്രേവിയാണ് വേണ്ടത് വെച്ചെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. ഇതുപോലെ ഇങ്ങനെ ഇളക്കി സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് വിസിലടുപ്പിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ച് വെള്ളം, തരി വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടി വെച്ചു. ആ ഇടയ്ക്ക് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് ആ ഒരു നൈറ്റ് വ്ളോഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഡെയിലി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഉണ്ണികളെ രണ്ടാളെയും അമ്മയുടെ അടുത്ത് ഇരുത്തി, ചെറുതിനെ അമ്മയുടെ അടുത്ത് ഇരുത്തി, മറ്റാളെ അവർ ടി വി കാണും, അങ്ങനെയൊക്കെ ഇട്ട് ആ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ നൈറ്റ് വ്ളോഗാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സൊന്നും ഇങ്ങനെ ചെയ്യരുത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.